നമസ്കാരം. ഹരിപ്പാട് എം.എൽ.എയും ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തലയെ വിമർശിച്ച് ഫേസ്ബുക്കിൽ കമന്റ് ചെയ്ത യുവാവിനെതിരെ കേസെടുത്ത നടപടിയെ രൂക്ഷമായി വിമർശിച്ച് മുതിർന്ന ബി.ജെ.പി. നേതാവ് സന്ദീപ് വാചസ്പതി. കേരള പോലീസ് ആക്ട് വകുപ്പുകൾ പ്രകാരം ഹരിപ്പാട് പോലീസ് കേസെടുത്തതിൽ തന്റെ ഫേസ്ബുക്കിലൂടെയാണ് സന്ദീപ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഭരണം മാറിയിട്ടും കേരള പോലീസിന്റെയോ പോലീസ് മന്ത്രിയുടെയോ മനോനിലയിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. കൂടാതെ വിമർശിക്കുന്നവരെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കുന്ന രീതിക്ക് ഇടത് വലത് വ്യത്യാസമില്ലെന്ന് സന്ദീപ് ഫേസ്ബുക്കിൽ തുറന്നടിച്ചു. ഇതിനു പുറമെ അനിൽകുമാർ ഫേസ്ബുക്കിലിട്ട കമന്റ് ഇതിനോടൊപ്പം സന്ദീപ് ചേർത്തിട്ടുണ്ട്. മന്ത്രി നിർദ്ദേശിച്ചിട്ടാണ് കേസ് എടുത്തത് എന്ന് ആരോപിക്കുന്നില്ല. കേസിനെ പറ്റി അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇക്കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആഭ്യന്തരമന്ത്രിയുടെ ജീവൻ അപകടത്തിലാക്കുന്ന, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന എന്ത് പരാമർശമാണ് ഇതിൽ ഉള്ളത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. വെറുമൊരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 120 ചാർത്തരുതെന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ള സാഹചര്യത്തിലാണ് പോലീസ് കേസെടുത്തതെന്നും സന്ദീപ് ഫേസ്ബുക്കിൽ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഭരണം മാറിയിട്ടും കേരള പോലീസിന്റെയോ പോലീസ് മന്ത്രിയുടെയോ മനോനിലയിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. വിമർശിക്കുന്നവരെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കുന്ന രീതിക്ക് ഇടത് വലത് വ്യത്യാസമില്ല. ഹരിപ്പാട് എം.എൽ.എയും ആഭ്യന്തരമന്ത്രിയുമായ ശ്രീ രമേശ് ചെന്നിത്തലയെ വിമർശിച്ച് ഫേസ്ബുക്കിൽ കമന്റ് ചെയ്തതിന് മണ്ണാറശാല സ്വദേശി അനിൽകുമാറിനെതിരെ BNS 351 കേരള പോലീസ് ആക്ട് 120 വകുപ്പുകൾ പ്രകാരം ഹരിപ്പാട് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അനിൽകുമാർ ഫേസ്ബുക്കിലിട്ട കമന്റ് ഇതിനോടൊപ്പം ചേർക്കുന്നു. മന്ത്രി നിർദ്ദേശിച്ചിട്ടാണ് കേസ് എടുത്തത് എന്ന് ആരോപിക്കുന്നില്ല. കേസിനെ പറ്റി അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇക്കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആഭ്യന്തരമന്ത്രിയുടെ ജീവൻ അപകടത്തിലാക്കുന്ന, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന എന്ത് പരാമർശമാണ് ഇതിൽ ഉള്ളത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. വെറുമൊരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 120 ചാർത്തരുതെന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്. അതേസമയം അനിൽകുമാർ ഇട്ട ആ ഫേസ്ബുക്കിലെ കമന്റ് ഇങ്ങനെയായിരുന്നു: ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടൊപ്പം വേദി പങ്കിട്ട കിഷോർ മുമ്പ് ആയുധക്കേസിൽ പ്രതിയായിരുന്ന വ്യക്തിയാണ്. രാജേഷ് തിരോധാന കേസിലും ഇയാൾ പ്രതിയായി സംശയിക്കപ്പെടുന്നു. കിഷോറിന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ വിദേശ നിർമ്മിത തോക്കും തിരകളും ഉൾപ്പെടുന്ന വലിയ ആയുധശേഖരം പിടിച്ചെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇയാളെ പിടികൂടാൻ കേരള പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായ കേസിൽ തിരുവനന്തപുരം നഗരസഭയിലെ ഒരു കൗൺസിലറെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ശുഷ്കാന്തി ആഭ്യന്തരമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലെ ഈ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ആരോപണ വിധേയനായ വ്യക്തിയെ പിടികൂടുന്നതിനും കാണിച്ചാൽ അത് നിയമവാഴ്ചയിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായിരിക്കും.